അങ്ങനെ നമ്മളെ റിഷുവിൻ്റെ നൂലുകെട്ടിൻ്റെ ദിവസം ഇങ്ങ് വന്നെത്തിയിട്ടാ. ഇത് നൂലുകെട്ടിൻ്റെ ദിവസം തലേ ദിവസമാണ്. സാധാരണ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ് 40 എത്തുമ്പോഴാണ് നൂലുകെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാല്ലേ. നമുക്ക് ചില സാഹചര്യങ്ങൾ കാരണം 2 മാസം കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ ഈ ഒരു പരിപാടി വെച്ചിട്ടുണ്ടായത്. അങ്ങനെ വലിയ പരിപാടിയായിട്ടൊന്നുമില്ല, എന്നാൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഇത് തലേ ദിവസമാണ്. വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല. കസിൻസ് എല്ലാവരും കൂടിയുള്ള ചെറിയൊരു ഡെക്കറേഷൻ അത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നത് ഇവരൊക്കെയാണ് കേട്ടോ. ഇതെൻ്റെ കസിൻസാണ്. എല്ലാവരും എന്നെക്കാട്ടും പ്രായത്തിൽ ഇളയതാണെങ്കിലും എന്താ പറയുക, എൻ്റെ ഡെലിവറി ടൈമിനായാലും എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ കട്ടക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഇവരാണ് കേട്ടോ. അങ്ങനെ നമ്മളെ പരിപാടികളും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഡെക്കറേഷൻ്റെ അഭിപ്രായത്തിന് പോലും ഞാൻ നിന്നിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് നമ്മൾ റിഷൂട്ടിനെ കാണണ്ടേ. ഇതാണ് നമ്മുടെ റിഷുമോന്. അപ്പോൾ ഇത് പരിപാടീൻ്റെ അന്നത്തെ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മോനെ കുളിച്ചൊക്കെ കൊടുത്ത് നല്ല ഡ്രസ്സൊക്കെ ഇടിയിച്ച് കൊടുത്ത്, പിന്നെ ഇന്ന് ഇവൻ്റെ ദിവസമാണ്. നമ്മളിവിടെ നൂലുകെട്ടിൽ നിന്ന് മാത്രമല്ല പാല് കൊടുക്കൽ എന്ന് പറയുന്ന ഒരു പേരും കൂടി ഇതിനുണ്ട്. ശരിക്കും നമ്മളിവിടെ പറയൽ പാല് കൊടുക്കൽ എന്നാണ്. പിന്നെ അത് എല്ലായിടത്തും എങ്ങനെയാണെന്ന് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ നൂലുകെട്ട് എന്ന് പറയുന്നത്. നൂലുകെട്ടലും പാല് കൊടുക്കൽ ചടങ്ങ് അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയാറ് കേട്ടോ. അങ്ങനെ വലിയ പരിപാടിയൊന്നും ആയിരുന്നില്ല കേട്ടോ. എന്നാൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ടേ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഡെക്കറേഷൻ പരിപാടി നടക്കുന്ന പോലെ തന്നെ വേറൊരു ഭാഗത്ത് ഫുഡിൻ്റെ പരിപാടി കൂടി നടക്കുന്നുണ്ട് കേട്ടോ. നല്ല ബിരിയാണിയും അൽസിയും പായസത്തോടും കൂടിയിട്ടുള്ള നല്ല ഫുഡായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. മമ്മു പോയേ. എടാ മിച്ചു മമ്മു ഒന്ന് ആടിക്കാട്. അങ്ങോട്ട് എടാ മമ്മു നിന്നോട് പറയുമ്പോ എനിക്കിട്ട് കാലിക്കോട്ടെ മമ്മു സാറാ മമ്മൂനെ ഇവനെല്ലാം നീ മുമ്പ് പോയി
അങ്ങനെ ഇതാണ് നമ്മുടെ പാല് കൊടുക്കൽ ചടങ്ങ്. നമ്മൾ നൂലുകെട്ടും പരിപാടികളും കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു ചടങ്ങുകൾ ഉണ്ടാവുക. അപ്പം പാല് കൊടുക്കലിന് പേരിന് മാത്രമേ ഉള്ളൂ, ഒരുപാട് പാലൊന്നും അങ്ങനെ കുഞ്ഞിന് കൊടുക്കൂല കേട്ടോ. കുറച്ച് മാത്രം ഒരു ചടങ്ങ്, പണ്ട് കാലം തൊട്ടേയുള്ള ഒരു ചടങ്ങ്, അതിപ്പോഴും തുടർന്ന് പോകുന്നു മാത്രം. ഇതിൻ്റെ പിറകിലത്തെ കാര്യങ്ങൾ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. അങ്ങനെ ഋഷിമോനെ ആദ്യം സൈലൻ്റ് ഒക്കെ ആണെങ്കിലും പിന്നെ ചങ്ങായി ഇടയ്ക്കിടയ്ക്ക് കരയിൽ തുടങ്ങി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവനിങ്ങനെ ഒരുപാട് ആൾക്കാർ കൂടിയ ഒരു പരിപാടിക്കൊന്നും അങ്ങനെ പങ്കെടുത്തില്ലല്ലോ. അതായത് ഞാനൊന്നിനും പങ്കെടുത്തില്ല. അപ്പോൾ അവനും ഒരു പരിപാടിക്കൊന്നും ഇങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു അസ്വസ്ഥത ഉണ്ടാവും. പിന്നെ നല്ല ചൂടാണ്. പിന്നെ വെച്ചാൽ ഗോൾഡും കാര്യങ്ങളൊക്കെ ഇട്ട ഒരു അസ്വസ്ഥത, ഡ്രസ്സെല്ലാം ഇങ്ങനെ ടൈറ്റിലെ ഡ്രസ്സൊക്കെ ഇട്ടൊരു അസ്വസ്ഥത എല്ലാം കൊണ്ടായിരിക്കാം അവൻ അത്യാവശ്യം ചെറിയ ചെറിയ രീതിക്ക് കരച്ചിലും പിടിച്ചിലെല്ലാം ഉണ്ടായിട്ടുണ്ടായിനി. അങ്ങനെ നമ്മളെ വീഡിയോസ് ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു ചോദ്യമാണ്, നിങ്ങൾ എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതെന്നും എന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്തതെന്നും ഏതാ ഹോസ്പിറ്റലിൽ നിന്നും ഏതാ ഡോക്ടറെന്നും അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൽ കമൻ്റായിട്ട് നമുക്ക് ഒന്നോ രണ്ടോ വാക്കിൽ പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ആ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാ ഞാൻ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ചാനൽ പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് കാണാനും എന്താ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വിടാം. നമ്മുടെ പാല് കൊടുക്കൽ ചടങ്ങ് നല്ല തകൃതിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനങ്ങനെ എല്ലാ ഭാഗങ്ങളൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല, കാരണം വീഡിയോ വെറുതെ ലെങ്ത് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത്യാവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടാണ്. ഇവനാണെങ്കിൽ അത്യാവശ്യം കരയുന്നുണ്ട് കുഞ്ഞ്. പിന്നെ അത് മാത്രമല്ല എൻ്റെ ഡ്രസ്സിലുള്ള വർക്കും കാര്യങ്ങളും സീക്വൻസും അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാവുന്നുണ്ടോ തറക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ചിന്ത കാരണം എനിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ കരയുന്ന കാണുമ്പം ആർക്കായാലും നമുക്കതിലും ഒരു ടെൻഷനാണ്. കാരണം ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു ആൾക്കാരുടെ ബഹളും ഒച്ചപ്പാടൊക്കെ കാരണമുള്ള അതുകൊണ്ടാണോ എന്നൊക്കെയുള്ള ഒരു സ്ട്രെസ് എനിക്ക് നല്ലോണം ഉണ്ടായിട്ടുണ്ടായിനി. എല്ലാവർക്കും മുട്ടായി അങ്ങനെ പാല് കൊടുക്കൽ ചടങ്ങിന് ശേഷം നമ്മളൊരു ഉച്ച സമയത്ത് പള്ളിയിൽ നിന്ന് ഉസ്താക്കന്മാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉസ്താക്കന്മാരൊക്കെ വന്ന് അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള എല്ലാവരും കൂടിയിട്ട് ഒരു മജ്‌ലിസുന്നൂർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഫുഡിലോട്ട് കടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് തുറക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കൊണ്ട് കുറച്ച് ഗിഫ്റ്റ് മാത്രം ഓപ്പൺ ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്പ് മാത്രം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണെന്ന് കാണാം. ഈ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ, എല്ലാവരും കാണിക്കണം. നടന്ന് എല്ലാവരും ഒരു വീഡിയോ വിളിച്ചോ. ലൈക്ക് ലൈക്ക് ഓരോന്നോരോന്നായി പൊളിക്കേ, ഓരോ സമാധാനത്തിൽ പൊളിക്കും. ഞാൻ പൊളിക്കട്ടെ. സത്യം
ആപ്പെടുത്തോ ഇത് കൊറേ കഴിഞ്ഞിട്ടിടാൻ കഴിയും. ആ ആയില്ല പൊളിക്കാണ്ട് എന്നാ സന ഇതിപ്പോ ആരാന്നൊന്നും അറിയില്ല. അത് നല്ലൊരു ഇത് കുറച്ച് ക്വാളിറ്റി നല്ല രസമുണ്ട് കാണാൻ. സായിതാ കല്ലം വെട്ടി. ആയി. അങ്ങനെ ഗിഫ്റ്റുകൾ ഓപ്പൺ ചെയ്യാൻ എന്നെക്കാട്ടും താല്പര്യം കുട്ടിയൊക്കെയാണ് കേട്ടോ. നമുക്കായാലും ചെറിയ കുട്ടിയൊക്കെയായാലും നമുക്കായാലും ഗിഫ്റ്റ് എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് എന്താണെന്നും അതെങ്ങനത്തെയാണെന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എന്തായാലും കാണും. പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ, ഒരുപാട് ഇത് ഡ്രസ്സ് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഡ്രസ്സും നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചിലപ്പോൾ നമ്മളെ ചോയ്സ് പോലെ ആയിരിക്കില്ല, പക്ഷെ എന്തായാലും അവർ സ്നേഹത്തോടെ മോനിക്ക് വേണ്ടിയിട്ട് തന്നതാണ്. അപ്പോൾ അത് നമ്മൾ അത്രയും വാല്യൂ അതിന് കൊടുക്കണം അല്ലേ. അത് എന്ത് സാധനമായാലും അതിന് അത്രയും വാല്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സുകൾ മാത്രമാണ് കേട്ടോ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ബാക്കി ഒരുപാട് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഒന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഡ്രസ്സുകൾ മാത്രം കാണിക്കാമെന്ന് കരുതി. അത് പിന്നെ നമുക്ക് ആ ദിവസം കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.